നമസ്കാരം. വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ശിവ സഹസ്രനാമത്തെക്കുറിച്ച് ചേർത്തലയിൽ നിന്ന് ഒരു ചേട്ടൻ വിളിച്ചത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ഇടാൻ തോന്നിയത്. അതിൻ്റെ വൈവിധ്യങ്ങളെക്കുറിച്ചും ചരിത്രം എന്തുകൊണ്ട് രണ്ടോ മൂന്നോ അതിൻ്റെ കഥ പശ്ചാത്തലം ഒക്കെ പറയാമെന്ന് വിചാരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഹസ്രനാമം 1000 പേരുകളാണ്. അതായത് ഒരു ദൈവത്തിൻ്റെ 1000 ഗുണങ്ങൾ, രൂപങ്ങൾ, ശക്തികൾ പ്രതിപാദിക്കുന്ന നാമാവലികളാണ് സഹസ്രനാമം എന്ന പേരിൽ അറിയപ്പെടുക. ശിവസഹസ്രനാമം എന്നത് പരമശിവൻ്റെ അനന്ത സ്വഭാവങ്ങളെ വാചകരൂപത്തിൽ, വാച്യരൂപത്തിൽ അവതരിപ്പിക്കുന്ന മഹാസ്തോത്രങ്ങളാണ്. ശിവസഹസ്രനാമത്തിൻ്റെ വകഭേദങ്ങൾ: ഒന്ന് മഹാഭാരതത്തിലെ ശിവസഹസ്രനാമം, 2 ലിംഗപുരാണത്തിലെ ശിവസഹസ്രനാമം, 3 വേദസാര ശിവസഹസ്രനാമം, 4 പത്മപുരാണത്തിൽ അല്ലെങ്കിൽ സ്കന്ദപുരാണത്തിൻ്റെ വകഭേദങ്ങളിൽ കാണുന്ന ശിവസഹസ്രനാമം. ശിവസഹസ്രനാമത്തിൻ്റെ ഏതായാലും ആന്തരിക അർത്ഥം ശിവൻ്റെ 1000 പേരുകൾ 1000 വ്യത്യസ്ത ദേവന്മാരല്ല, 1000 വ്യത്യസ്ത തത്വങ്ങൾ അനുസരിച്ചിട്ടുള്ള പേരുകളാണ്. ശംഭു എന്ന വാക്കിൻ്റെ അർത്ഥം ശം സന്തോഷം, ഭൂ ഭൂമിയിൽ, ആനന്ദത്തിൻ്റെ, അതായത് ഉറവിടം എന്നുള്ള അർത്ഥം. ശംഭു സന്തോഷത്തിൻ്റെ, നൽകുവാൻ സാധിക്കുന്ന ആനന്ദത്തിൻ്റെ തത്വം, ആനന്ദ തത്വമാണ് ശംഭു എന്നതിലർത്ഥം. അപ്പോൾ ശംഭു ശിവൻ്റെ ഒരു രൂപമാണ്. രുദ്ര എന്ന് പറഞ്ഞത് ദുഃഖം നീക്കുന്നതിനെ, ശുദ്ധീകരിക്കുന്നതിനെയാണ്. ശങ്കരൻ എന്ന് പറഞ്ഞാൽ നന്മ എന്നാണ് അർത്ഥം, നല്ലത് എന്നാണ് അർത്ഥം. ഞാൻ പറയാറുണ്ട്, ഭയങ്കര മഴ എന്ന് പറയരുത്, ശങ്കരമഴ എന്നേ പറയാവൂ എന്ന്. ഭയങ്കരൻ്റെ ഓപ്പോസിറ്റാണ് ശങ്കരൻ. ത്രിലോചന, 3 കണ്ണുകളുള്ളത്, അത് ജ്ഞാനം ആണ്. 3 കണ്ണുകൾ എന്താ? 3 കണ്ണുകൾ ജ്ഞാനത്തിൽ: ഒന്ന് ഭൂതം, ഒന്ന് ഭവ്യം, ഒന്ന് ഭവത്. ഭൂത ഭവ്യ ഭവത് ജ്ഞാനം, അതാണ് 3 ജ്ഞാനം. ഭൂത ഭവ്യ ഭവത് ജ്ഞാനം 3 കണ്ണുകളാണ്. നീലകണ്ഠൻ വിഷം കൊണ്ടിട്ടുള്ളത്, അത് ത്യാഗത്തിൻ്റെ ഒരു പര്യായമായിട്ട് കാണാം. വിഷ്ണു ശിവനെ പൂജിച്ച കഥയടക്കമുണ്ട്. ഒരു പുരാണ കഥപ്രകാരം വിഷ്ണു ശിവനെ സഹസ്രനാമം വെച്ച് പൂജിച്ചു. 1000 പേരുകൾ പറയുമ്പോൾ ഓരോ പേരിനും ഓരോ താമര, കമലം സമർപ്പിച്ചു. അവസാനം വന്നപ്പോൾ ഒന്ന് കുറഞ്ഞുപോയി. അത് വിഷ്ണു തൻ്റെ കമലനയനം, കണ്ണ് പറിച്ച് സമർപ്പിച്ചു എന്നാണ്. അങ്ങനെ കണ്ണ് പറിച്ച് വിഷ്ണു ശിവനെ ആരാധിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്, അതിൻ്റെ പാരിതോഷികമായിട്ട് ശിവൻ സന്തോഷിച്ച് നൽകിയതാണ് സുദർശന ചക്രം എന്നാണ് കഥ. ഈ കഥ ശിവവിഷ്ണു ബന്ധത്തെക്കുറിച്ച്, അവർ തമ്മിലുള്ള ബഹുമാനത്തെക്കുറിച്ച്, വിഷ്ണുവിന് ശിവനോടുള്ള ബഹുമാനവും ശിവന് വിഷ്ണുവിനോടുള്ള ബഹുമാനവും ഒക്കെ കാണിക്കുന്നു. എൻ്റെ ആദിപരാശക്തി എന്ന പുസ്തകത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശിവൻ ശിവനായതും വിഷ്ണു വിഷ്ണുവായതും ഒക്കെ ആദിപരാശക്തിയെ പ്രാർത്ഥിച്ചുകൊണ്ടാണ്. ശിവസഹസ്രനാമം ജപം കൊണ്ട് പാപം ഇല്ലാതാക്കാം. പാപക്ഷയം, മനഃശാന്തി, രോഗശാന്തി, ധൈര്യം, ആത്മബോധം. ഇത് മാത്രമല്ല, നാമസ്മരണ കൊണ്ട് മനസ്സിനൊരു രൂപാന്തരം ഉണ്ടാവും. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ചൊല്ലുമ്പോഴാണ് അതുണ്ടാവുക. ശിവസഹസ്രനാമം തത്വത്തിൽ പരബ്രഹ്മത്തിൻ്റെയാണ്. ശിവൻ എന്നത് പരബ്രഹ്മമാണ്. നാമങ്ങളിൽ മായയിൽ വരുന്ന വ്യത്യസ്ത അവതാരങ്ങൾ, അത് ദ്വൈതത്തിൽ ഭക്തി വെച്ചിട്ട് പറയുമ്പോൾ നമ്മൾ കാണുന്ന രൂപം വേറെയായിരിക്കും. വിശിഷ്ട അദ്വൈതത്തിൻ്റെ അനുഗ്രഹ രൂപത്തിൽ പറയുന്നതായിരിക്കും. അദ്വൈതത്തിൽ ആത്മജ്ഞാനം, ആത്മജ്ഞാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഉള്ള രൂപത്തിലാണ് പറയുക. ശിവസഹസ്രനാമം എപ്പോൾ വേണമെങ്കിലും, രാവിലെയോ രാത്രിയോ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ എപ്പോൾ വേണമെങ്കിലും ചൊല്ലാം.
ഗുരുപാദ സന്നിധിയിൽ ഇത് പഠിപ്പിച്ചിട്ടുള്ള ആൾക്കാരുടെ അടുത്തിരുന്ന് കേട്ട് അർത്ഥം മനസ്സിലാക്കി ചൊല്ലുമ്പോൾ ഉണ്ടാവുന്ന ഗുണം, അത് അതിൻ്റെ തത്വശാസ്ത്രവും ഭക്തിസാഗരവും ആത്മവിചാരവും യോഗമാർഗവും ഒക്കെ വ്യത്യസ്ത രൂപത്തിൽ മനസ്സിലാക്കിയിട്ട് 1000 നാമങ്ങൾ ചൊല്ലുമ്പോൾ അതിൻ്റെ സത്യം എന്താണ്, ശിവം എന്താണ്, ശുഭം എന്താണ്, ശാന്തി എന്താണ്, ശുദ്ധ ചൈതന്യം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഏത് ചൊല്ലിയാലും ഈ 3-4 വെറൈറ്റി ഇപ്പം ഞാൻ പറഞ്ഞു. അതിൽ പത്മപുരാണം, സ്കന്ദപുരാണമാണ് ഉറവിടം. അവിടെയുള്ള സഹസ്രനാമങ്ങൾക്ക് ഭക്തിയാണ് പ്രാധാന്യം. അത് ഭക്തിമാർഗത്തിലൂടെയാണ് പോവുക. ശിവഭക്തരുടെ കഷ്ടതകൾ നീക്കാൻ വേണ്ടിയിട്ട് ഏത് തരത്തിലാണ്, അത് പുരാണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. അതിൽ പത്മപുരാണവും സ്കന്ദപുരാണവും വ്യത്യസ്ത വകഭേദങ്ങളിലൊക്കെ ശിവനോടുള്ള ഭക്തി കാണിച്ചുകൊണ്ടാണ് ഈ സഹസ്രനാമം പറയാം. അപ്പോൾ നമുക്ക് ഭക്തിയുടെ രൂപത്തിലാണ് വേണ്ടതെങ്കിൽ ആ സഹസ്രനാമമാണ് ചൊല്ലേണ്ടത്. വേദങ്ങളുടെ സാരം കൃത്യമായി മനസ്സിലാക്കിയിട്ട് ശിവസഹസ്രനാമം വേദമന്ത്രങ്ങളുടെ ആത്മഗതം അല്ലെങ്കിൽ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് നാമങ്ങൾ ചേർത്ത് ഒരു ആധ്യാത്മിക യോഗപരമായ സ്വഭാവം നൽകുന്ന പേരുകൾ പറയുന്ന വേദസാര ശിവസഹസ്രനാമം അത് വേറെ തലത്തിലാണ്. ഇനി അതുപോലെ ലിംഗപുരാണത്തിൽ ശിവസഹസ്രനാമം പറയുമ്പോൾ ഇവിടെ ശിവനെ ആരാധിക്കുന്നത് തന്നെ ശിവൻ്റെ സ്വരൂപത്തിലല്ല, ലിംഗരൂപത്തിലാണ്. അപ്പോൾ സകല പ്രപഞ്ചത്തിൻ്റെയും കാരണക്കാരനായ ബ്രഹ്മം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു നമ്മുടെയൊക്കെ ഹൃദയത്തിൻ്റെ ഭാഗത്ത്, ഹൃദയ ഗുഹര മധ്യേ കേവലം ബ്രഹ്മ മാത്രം. ആ ഹൃദയം എന്ന് പറയുന്നത് ശിവൻ്റെ രൂപമാണ്. ശിവലിംഗം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ രൂപമാണ്. ആ ഹൃദയത്തിൻ്റെ ഗുഹയുടെ രൂപമാണ്. എനർജിയുടെ ഒരു കൺസോളിഡേഷനാണ്. അപ്പോൾ സൃഷ്ടി സ്ഥിതി സംഹാരത്തിൻ്റെ കാരണതത്വങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടിട്ടുള്ള പഞ്ചഭൂത സ്വഭാവങ്ങളുള്ള തത്വജ്ഞാന രൂപമുള്ള വളരെ പ്രാധാന്യമർഹിക്കുന്ന സഹസ്രനാമങ്ങൾ വളരെ ഈ ചിന്തയോടുകൂടിയുള്ളതാണ് നമ്മുടെ ലിംഗപുരാണത്തിലും ഒക്കെ കാണുന്ന ശിവസഹസ്രനാമം. മഹാഭാരതത്തിൽ ശിവസഹസ്രനാമം മഹാഭാരതത്തിൻ്റെ അനുശാസന പർവ്വത്തിലാണ്. അവിടെ പാണ്ഡവർക്ക് യുദ്ധാനന്തരം ധാർമ്മികമായ സംശയങ്ങൾ ഉയരുമ്പോൾ ഭീഷ്മർ ശരശയിൽ കിടക്കുന്ന കാലത്ത് അവിടെയാണ് വിഷ്ണു സഹസ്രനാമം പറഞ്ഞു കൊടുക്കുന്നത്. ധർമ്മബോധവും മോക്ഷവും സംബന്ധിച്ച് ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ ശ്രീകൃഷ്ണൻ ശിവനെ സ്തുതിക്കുന്ന, അപ്പം ഇത് പറഞ്ഞു കൊടുക്കുന്നത് ഭീഷ്മർ വിഷ്ണു സഹസ്രനാമമാണ്. കൃഷ്ണനപ്പം എന്താ ചെയ്യണേ? ശിവനെ സ്തുതിക്കുന്ന ശിവസഹസ്രനാമം വിവരിച്ചു കൊടുക്കുന്നുണ്ട് അതേ സമയത്ത്. അപ്പോൾ അവിടെ ശിവനെ കാണുന്നത് മഹാദേവനായിട്ടാണ്, മഹേശ്വരനായിട്ടാണ്, ത്രംബകനായിട്ടാണ്, നീലകണ്ഠനായിട്ടാണ്, പശുപതിയായിട്ടാണ്. ഇങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ പരമമായ ഒരു ഫിസിക്കൽ നമുക്ക് കാണാൻ സാധിക്കുന്ന നമ്മുടെ സങ്കല്പത്തിൽ ശിവൻ്റെ രൂപത്തിൽ നമ്മൾ പറയുമ്പോൾ കാണുന്ന രൂപങ്ങളെയൊക്കെ വിവരിക്കുന്ന കൃഷ്ണൻ എന്ന ഒരു അവതാര പുരുഷൻ ശിവനെക്കുറിച്ച് ചൊല്ലുന്ന സഹസ്രനാമങ്ങളാണ്. ഇങ്ങനെ ശിവസഹസ്രനാമങ്ങളുടെ വ്യത്യസ്ത ഭാവങ്ങൾ നമ്മൾ പറഞ്ഞു, അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞു, അതിൻ്റെ തലങ്ങൾ പറഞ്ഞു. അപ്പോൾ ഏത് നാമവും ഏതാണോ, അല്ലെങ്കിൽ എല്ലാം വായിക്കാം, എല്ലാം പഠിക്കാം, എല്ലാം ചൊല്ലാം. ഇതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ഉള്ളറകളിലേക്ക് കയറാനുള്ള താല്പര്യം ഒരു അക്കാഡമിക് ലെവലിലും നമുക്കുണ്ടാവാം. നന്ദി, നമസ്കാരം.